ഇതൊരു ഈവനിങ്സ് ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ ആഴ്ചയിൽ 2-3 ദിവസത്തെ വൈകുന്നേരങ്ങൾ ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്നുള്ളതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. ഇതെൻ്റെ ചാനലിലത്തെ 2ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ റൂം മേക്ക് ഓവറിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം അതൊക്കെ എടുത്ത് വന്നിട്ട് ഒരു ഫിലിം കാണാണ്. പ്രിൻസസ് ഡയറീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റു ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ സെക്കൻഡ് പാർട്ടാട്ടോ കാണുന്നത്. പിന്നെ ഞാൻ റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ട് വാൾ പോസ്റ്റേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുറച്ച് ബട്ടർഫ്ലൈസും കൂടി പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിങ്ങനെ വെട്ടാനൊക്കെ മടിയായതുകൊണ്ട് ചെയ്തില്ല. ഇപ്പം അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് അവിടെ വെച്ച രസം ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അതൊക്കെ ഒന്ന് വെട്ടാണ് കേട്ടോ. വെട്ടിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു 3D എഫക്റ്റിൽ ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവനിങ് പുറത്ത് പോയിട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ അടുത്ത് കഫേ പെരീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു റെസ്റ്റോറൻറ്റിലൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോബ ടീ ഒക്കെ ഇല്ലേ, പക്ഷെ ഇത് പോപ്പിംഗ് ബോബ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അത് വായിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ലെയർ ഉള്ളിൽ കുറച്ച് വാട്ടർ ഉണ്ടാവും. അത് നമുക്ക് വായിൽ നിന്നിങ്ങനെ പൊട്ടും. അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ 1-2 കൂടുതൽ അവിടെ ഉള്ളത് മോമോസ്, പിന്നെ നൂഡിൽസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ വിങ്സ് അങ്ങനെയൊക്കെ. അപ്പം അതിൽ ഓരോന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫുഡൊക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വഴിയിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. മെയിനായിട്ട് ഞാൻ കുറച്ച് ആൽഫബറ്റ്സും നമ്പേഴ്സൊക്കെയാണ് കേട്ടോ പ്രിന്റ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ A3 ഷീറ്റിൽ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ 30 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിക്കേഴ്സിനൊക്കെ. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് മിൽക്കി മിസ്റ്റിന്റെ ഫ്ലേവേർഡ് യോഗേർട്ടാണ് കേട്ടോ. ബ്ലൂബെറി ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ. പിന്നെ ബ്രൗണി, ടോയ് പേപ്പർ, പിന്നെ പൈപ്പ് ക്ലീനർ, അങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളും കൂടി വാങ്ങി കേട്ടോ. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു 300 സംതിങ്ങിന് വാങ്ങിയിട്ടില്ല പെയിന്റ് ബൈ നമ്പർ ഇതിൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ. ഒരു കിറ്റായിട്ടാണ് കിട്ടുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പെയിന്റ് ചെയ്യാനുള്ള ബ്രഷും കളേഴ്സും പിന്നെ ഈ ഒരു ക്യാൻവാസും കിട്ടും കേട്ടോ. അതിൽ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ആ പെയിന്റും നമ്പേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ നമുക്കിത് ഫുള്ള് കളർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഫോൺ ഉപയോഗം കൂടുതലായി പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഇത്. ഞാനും ലൈഫിൽ കുറച്ച് മാറ്റം വരുത്തണം, പുതിയ ഹോബീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയതും. നമ്മളിങ്ങനെ റീൽസ് കണ്ട് ബ്രെയിൻ റോട്ട് ആവാന്നൊക്കെ പറയില്ല, ആ അവസ്ഥയിലോട്ട് ഞാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറച്ച് ഹോബീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സേഷനൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. കൂടുതലും ഈവനിങ് ടൈമിലാണ് ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇങ്ങനത്തെ ക്രാഫ്റ്റ്, ജേർണലിങ്, ഒരു എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ടുള്ള മീ ടൈം കണ്ടെത്തല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല ചൂടൊക്കെ ആണല്ലോ, അപ്പോൾ വാട്ടർമെലോൺ ജസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ സ്പ്രൈറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മൊയ്ത്തോ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ചട്ടിക്കൂട്ട് മൊയ്ത്തോ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് വാട്ടർമെലോൺ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് സ്പ്രൈറ്റ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സാധാരണ മൊയ്ത്തോ ഉണ്ടാക്കുമ്പോൾ നാരങ്ങനീരും പിന്നെ മിന്റ് ലീവ്സും ഒക്കെ ആഡ് ചെയ്യലുണ്ട്, പക്ഷെ എൻ്റെ അതൊന്നുമില്ല. അപ്പം ഞാനിതൊരു അഡ്ജസ്റ്റ്മെന്റ് മൊയ്ത്തോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ നല്ല ചൂടുള്ള പഴംപൊരിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന് ഞാനൊരു പഞ്ച് നീഡ്ലിംഗ് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിയിട്ട് 1 മന്തിന് മേലെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അത് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് സംഭവം എങ്ങനെ ചെയ്ത് നോക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണാണ് കേട്ടോ. ബൈ ദ വേ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതേപോലത്തെ ക്രാഫ്റ്റ്സ്, പ്രൊഡക്ടിവിറ്റി, പുതിയ സ്കിൽസ് ട്രൈ ചെയ്ത് നോക്കുക, ഇതൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ മീഷോന്ന് വാങ്ങിയ കിറ്റ്. ഇതിൻ്റെ ഒപ്പം ഈ ഒരു ക്ലോത്തും പിന്നെ പഞ്ച് നീഡ്ലിങ്ങിൻ്റെ വേണ്ടിയുള്ള നീഡിലും പിന്നെ ഒരു ഹൂപ്പ് എന്നല്ലേ പറയാ, അതും ഒക്കെ കിട്ടും കേട്ടോ. ഈ ഫ്ലേവർ ഞാൻ പ്രിന്റ് എടുത്തതാണ് കേട്ടോ. പക്ഷേ ഇനി മുതലാണ് കാര്യങ്ങൾ അങ്ങോട്ട് കുഴഞ്ഞു മറിയാം.
കാണുമ്പോൾ പഞ്ച് നീഡ്ലിങ് എളുപ്പമാണെന്ന് തോന്നുമെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ത്രെഡുകൾ കണ്ടല്ലോ, ഒരു ക്രോഷ്യൊക്കെ ചെയ്യുന്ന പോലത്തെ ത്രെഡാണ്. അത് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ തിക്നെസ് ഉള്ള നീഡിൽ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറ്റി. അതാണ് ഫസ്റ്റ് കണ്ട യെല്ലോ കേട്ടോ. എന്നിട്ട് ഞാനത് പഞ്ച് ചെയ്യുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീഡിലിനെക്കാട്ടി കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ് ആ ത്രെഡിന്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. അത് പഞ്ച് ചെയ്തിട്ട് ആ ത്രെഡ് താഴത്തോട്ട് എടുക്കണം. അത് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഭാഗമൊന്നും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രൊവൈഡ് ചെയ്തുള്ള ക്ലോത്തിന്റെ ആ ത്രെഡ്സ് തമ്മിൽ ഡിസ്റ്റൻസും കൂടുതലാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഹോള് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന നൂലുണ്ടല്ലോ, അത് വെച്ചിട്ട് കുറച്ചും കൂടി ചെറിയ നീഡിൽ വെച്ചും ചെയ്തു നോക്കി. അപ്പോൾ സംഭവം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പക്ഷേ ഈ ത്രെഡ്സ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു. കുറേ നേരം അതുമ്പോൾ ഞാൻ പണിയെടുത്ത് നോക്കി. പിന്നെ ഞാൻ കരുതി ഈ കാണുന്ന ഒരു പഴയ ഡയറിയാണ്, പക്ഷെ അത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ആകെ ഒരു ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ എടുക്കാമെന്ന്. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കും കേട്ടോ. മെയിനായിട്ട് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കല്. അപ്പോൾ ഇന്നും കോൾഡ് കോഫി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ ബ്രൗണി എടുത്തു വെച്ചു. ഇനി ഇത് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വെട്ടിയെടുക്കാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം പോയപ്പോൾ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെട്ടിയിട്ട് ഇതിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു സീരീസും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രേസ് അനാട്ടമി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡോക്ടേഴ്സൊക്കെ ആവാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് പിൻട്രസ്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഫബറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ കാണാം പല തീമിലുള്ളതുണ്ടല്ലോ. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ക്യാൻവയിൽ A3 ഷീറ്റിൽ ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ് ചെയ്തത്. ആക്ച്വലി ഞാൻ അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും സൈസ് ഉണ്ടായത്. അപ്പോൾ ജേർണലിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഇത് ചിലപ്പോൾ ഓവർ സൈസ് ആയിരിക്കും, പക്ഷേ പുറത്ത് എഴുതാൻ ഇത് ഓക്കെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞോന്നറിയില്ല, എൻ്റെ ഇവിടെ അടുത്ത് ഇതിന് 30 റുപ്പീസാണ് ഇങ്ങനെ ഒരു ഷീറ്റിന്. അപ്പോൾ അത് അത്യാവശ്യം ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രിന്റ് എടുക്കാമല്ലോ. സ്റ്റിക്കർ ബുക്ക് വാങ്ങുന്നതാണോ ഇതേപോലെ പ്രിന്റ് എടുക്കുന്നതാണോ ലാഭം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ ഇത് തന്നെ ചെയ്യേണ്ടി വരും. സ്റ്റിക്കർ ബുക്കിൽ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സും ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ചില തീം മാത്രമായിരിക്കും. അപ്പം ഒരു സ്റ്റിക്കർ ബുക്കിൽ സെയിം തീമിൽ വരുന്ന ഒരുപാട് സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമുക്കത് അത് ഫുള്ള് വേണമെന്നൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കർ പ്രിന്റ് എടുക്കുന്നതാണ് ബെറ്റർ. പക്ഷെ ചില സ്ഥലത്തൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രിന്റ് എടുത്താൽ നമുക്ക് മുതലാവില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യലെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നും കൂടി കമന്റ് ചെയ്യണം. ഈ ക്രാഫ്റ്റ്സ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ അതോ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോസ് ആണോ ഇഷ്ടം എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ മെയിൻ ആയിട്ട് ജേർണലിംഗ് പിന്നെ ഇങ്ങനത്തെ ഹോബീസ് ഒക്കെ ട്രൈ ചെയ്യുന്നതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കുന്ന ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അതിന്റെ ഷോർട്സിന് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.